إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم أولا بتقوى الله عز وجل. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെയും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, ഇസ്ലാം ദീൻ പടുത്തുയർത്തിയ 5 കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് 2 ഷഹാദത്ത് കലിമ അത് മനസ്സിലുറപ്പിച്ച് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളുടെ മേൽ പടുത്തുയർത്തപ്പെട്ടു എന്ന് പറഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞത് ഷഹാദത്താണ്. ഷഹാദത്ത് 2 എണ്ണമുണ്ട്. നമുക്ക് കുഞ്ഞുനാളിൽ മദ്രസകളിൽ പഠിച്ചതുപോലെ 2 ഷഹാദത്ത് കലിമ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പറയുക, പ്രഖ്യാപിക്കുക. എന്താണ് ഈ 2 ഷഹാദത്ത്? ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റേത് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നതാണ്.
അതിലൊന്നാമത്തെ ഷഹാദത്തിനെ പറ്റി വിശദമായി അതിൻ്റെ നിബന്ധനകളും അതിൻ്റെ റുക്നുകളുമൊക്കെ നാം വിശദീകരിച്ചു. ഇനി നമുക്കറിയേണ്ടത് രണ്ടാമത്തെ ഷഹാദത്തായ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നതിനെ പറ്റിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിം അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട, ഒരു മുസ്ലിമിന് അറിവില്ല എന്ന് പറയാൻ പാടില്ലാത്ത, അനിവാര്യമായും ഏതൊരു സാധാരണക്കാരനായ മുസ്ലിമിനും അറിയേണ്ട ചില കാര്യങ്ങൾ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന രണ്ടാമത്തെ ഷഹാദയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനു മുമ്പ് ഷഹാദത്ത് എന്ന പദത്തിൻ്റെ അർത്ഥവും ആശയവും ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുന്നത് നമുക്ക് ഉപകാരപ്പെടും. ഷഹാദത്ത് എന്ന പദമാണ് ഉപയോഗിച്ചത്. ഒരുവൻ മുസ്ലിം ആകണമെങ്കിൽ ഈ രണ്ട് ഷഹാദത്ത് അവൻ വഹിക്കണം. ഷഹാദത്ത് എന്ന പദം അറിയുന്നത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വിശ്വാസം എത്രമേൽ നമ്മുടെ മേൽ ഉറയ്ക്കണം എന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കും. എന്താ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹി ഷഹാദത്ത് ചെയ്യണമെന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ മലയാളത്തിൽ അതിനർത്ഥം വയ്ക്കാറുള്ളത് സാക്ഷ്യം വഹിക്കുക എന്നാണ്. ഷഹാദത്തിന് സാക്ഷ്യം വഹിക്കുക, ശരിയാണ്. ആദ്യകാലത്ത് അറബികൾ ഷഹാദത്ത് എന്ന പദം 3 കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. 4 കാര്യങ്ങൾക്ക്. ഒന്ന്, അവർ ഹാദിറായാൽ, ഒരു സദസ്സിൽ ഒരു സംഭവത്തിന് ഹാദിറായാൽ ആ ഹാദിറായി എന്നതിനെ അറിയിക്കാൻ ഷഹീദ യഷ്ഹദു ഷഹാദത്ത് എന്ന പദം ഉപയോഗിക്കലുണ്ട്. ഹാദിറായി എന്നതിനെ അറിയിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം അറിഞ്ഞാൽ, ഒരു കാര്യത്തെപ്പറ്റി ഇൽമുണ്ടായാൽ ഷഹീദ യഷ്ഹദു ഷഹാദത്ത്, അറിഞ്ഞു എന്ന പദത്തിന് പകരം ഷഹാദത്ത് എന്ന പദം ഉപയോഗിക്കലുണ്ട്. മറ്റൊന്ന്, അറിഞ്ഞ കാര്യത്തിനെ പ്രഖ്യാപിച്ചാൽ, ഇഖ്ബാർ ചെയ്താൽ, അത് പരസ്യപ്പെടുത്തിയാൽ അതിനും ഷഹീദ യഷ്ഹദു ഷഹാദത്ത് എന്ന കാര്യം എന്ന പദം അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു സദസ്സിലുണ്ടായി ഒരു സംഭവത്തിന് ഹാദിറായി ആ അറിഞ്ഞ കാര്യം സാന്നിധ്യത്തിലുണ്ടായി നമ്മൾ അറിഞ്ഞ കാര്യത്തിനെ പ്രഖ്യാപിക്കുന്നതിനാണ് ആദ്യകാലത്ത് ഷഹീദ യഷ്ഹദു ഷഹാദത്ത് എന്നുപയോഗിച്ചിരുന്നത്. നേരിട്ട് കണ്ടറിഞ്ഞ കാര്യത്തെ പ്രഖ്യാപിക്കൽ, കണ്ണുകൊണ്ട് നമ്മൾ നേരിട്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയം കൊണ്ട് നമ്മൾ കണ്ടറിഞ്ഞ് നേരിട്ട് ഉറപ്പായ കാര്യത്തെ പ്രഖ്യാപിക്കുന്നതിനാണ് ആദ്യകാലത്ത് അറബികൾ ഷഹാദത്ത് എന്ന പദം ഉപയോഗിച്ചിരുന്നത്. പിന്നെ പിൽക്കാലത്ത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എങ്കിലും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിഞ്ഞില്ല എങ്കിലും അതുപോലെ മനസ്സിൽ അടിയുറച്ച് വിശ്വസിച്ച, അറിവ് ലഭിച്ച ഒരു കാര്യത്തെ പ്രഖ്യാപിക്കുന്നതിനും ഷഹാദത്ത് എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങി. കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടില്ല, സംഭവത്തിന് നേരിട്ട് സാക്ഷിയായിട്ടില്ല എങ്കിലും അതുപോലെ മനസ്സിൽ അറിഞ്ഞ് ഉറപ്പിച്ച ഒരു കാര്യം, അതിനെ പ്രഖ്യാപിക്കുന്നതിനും ഷഹീദ യഷ്ഹദു ഷഹാദത്ത് എന്നവർ ഉപയോഗിക്കാൻ തുടങ്ങി. ഇസ്ലാം ദീനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമയിലേക്ക് തട്ടിച്ച് പണ്ഡിതന്മാർ ഷഹാദത്ത് എന്ന പദം പ്രയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ അതിന് ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ആശയങ്ങളൊക്കെ ഒന്നും വിട്ടുപോകാതെ ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അഥവാ ഷഹാദത്ത് വഹിക്കാൻ 2 മർത്തബകളുണ്ട് എന്ന് ചുരുക്കി പണ്ഡിതന്മാർ പറയും. ഒന്ന് തഹമ്മുലു ഷഹാദ, 2 അദാഉ ഷഹാദ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം തഹമ്മുല് ചെയ്യണം, അഥവാ അത് വഹിക്കണം. ആ ഇൽമ് കൃത്യമായി എന്താണ്, ഒരാൾ കണ്ടറിഞ്ഞ് ഒരു കാര്യം കണ്ടറിഞ്ഞാൽ, ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചാൽ, പിന്നെ ആ സാക്ഷ്യം വഹിച്ചത് സാക്ഷി എന്ന് പറയും. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, കോടതിയിൽ സാക്ഷി വിളിക്കുമ്പോൾ ആ സാക്ഷി ആരായിരിക്കണം? ഇത് കണ്ടറിഞ്ഞ ആളായിരിക്കണം. ആ കണ്ടറിഞ്ഞത് അവൻ സത്യസന്ധമായി അത് സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ്, അത് പറയുമ്പോഴാണ് അവൻ്റെ സാക്ഷ്യം വഹിക്കൽ ശരിയാകുന്നത്. അപ്പോഴാണ് സാക്ഷ്യം വഹിക്കൽ സത്യസന്ധമാവുകയും അത് ശരിയാവുകയും ചെയ്യുന്നത്. അതുപോലെ അത്രയും മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ച കാര്യത്തിനെ പ്രഖ്യാപിക്കണം.
അത് ഷഹാദത്തിൻ്റെ രണ്ട് മർത്തബകളാണ്, രണ്ട് ഭാഗങ്ങളാണ്. ഇത് രണ്ടും വേണം, രണ്ട് സ്ഥാനങ്ങളാണ്. ഒന്ന് വഹിക്കണം, മനസ്സിൽ അടിയുറച്ച് വിശ്വസിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെയും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമയെയും അതിൻ്റെ ആശയത്തെ മനസ്സിൽ അടിയുറപ്പിച്ച് വിശ്വസിക്കണം. ശേഷം അത് പ്രഖ്യാപിക്കണം. അത് രണ്ടാമത്തെ മർത്തബയാണ്. വഹിക്കുക എന്നുള്ളത് ഒന്നാണ് തഹമ്മുലു ഷഹാദ, രണ്ട് അത് പ്രഖ്യാപിക്കൽ, അതാണ് അദാ ഉ ഷഹാദ. ഇത് രണ്ടും വേണം. അത് അതിൻ്റെ വാക്കിൻ്റെ അറബി ഭാഷാ ഘടനപ്രകാരം ആ വാക്കിൻ്റെ അർത്ഥത്തിൽ ഉരുത്തിരിഞ്ഞ് കിടക്കുന്നതും അതോടൊപ്പം നമ്മുടെ ദീനിലെ ഇസ്ലാം ദീനിലെ ഒന്നാമത്തെ ഷഹാദയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ദീനുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഷഹാദത്ത് വഹിക്കേണ്ടത്, ഷഹാദത്ത് ചെയ്യേണ്ടത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒന്നാമത്തെ കലിമയായി ബന്ധപ്പെട്ട നമ്മൾ വിഷയങ്ങൾ കഴിഞ്ഞ ഖുത്ബകളിൽ പറഞ്ഞിരുന്നു. ഇനി മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമയായി ബന്ധപ്പെടുകയാണെങ്കിൽ അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നമ്മൾ പറഞ്ഞതുപോലെ റുക്നുകളും ഷർത്തുകളും ഉള്ള ഒന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ. ഒന്നാമതായി അതിന് രണ്ട് റുക്നുകളാണുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയ്ക്കും നമ്മൾ രണ്ട് റുക്നുകൾ, അതിൻ്റെ തൂണുകൾ എന്ന് പറഞ്ഞ് രണ്ടെണ്ണം പറഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം ഒന്ന് അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ നഫി ചെയ്യുക, അള്ളാഹുവിനെ മാത്രം സ്ഥിരീകരിക്കുക. അതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹിക്കും രണ്ട് റുക്നുണ്ട്, തൂണുകളുണ്ട്, രണ്ട് തൂണുകൾ. ഒരു കെട്ടിടം 4 തൂണിലാണെങ്കിൽ അതിലൊരു തൂണ് പോയാൽ ആ കെട്ടിടം പൊളിഞ്ഞു. അതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ രണ്ട് റുക്നുകളായി പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ഒന്ന്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് വിശ്വസിക്കുക, അടിമയാണ്, അബ്ദാണ്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് വിശ്വസിക്കുക, അബ്ദുൻ വ റസൂലുൻ. ഒന്ന് അബ്ദാണെന്ന് വിശ്വസിക്കുക, രണ്ട് റസൂലാണെന്ന് വിശ്വസിക്കുക. ഇതാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന കലിമയുടെ രണ്ട് റുക്നുകൾ, രണ്ട് തൂണുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ലാ തുതുറൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം ഫഇന്നമാ അബ്ദുഹു. ലാ തുതുറൂനി, നിങ്ങൾ മോശമായി അമിതമായി പുകഴ്ത്തി കുഴപ്പത്തിലാവരുത്. കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം, ഈസാ നബി അലൈഹിസ്സലാമയെ നസ്രാണികൾ പുകഴ്ത്തി അമിതമായി പുകഴ്ത്തി കുഴപ്പത്തിലാക്കിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. ഫഇന്നമാ അബ്ദുഹു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലു, അപ്പോൾ നിങ്ങൾ പറയണം അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ്, പുത്രനല്ല, മൂന്നിലൊന്നല്ല. അമിതമായി പുകഴ്ത്തി കുഴപ്പത്തിലാകരുത്. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, പ്രവാചകനാണ്. ഇന്ന് നമ്മൾ മുസ്ലിം നാമധാരികളിൽ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമിതമായി പുകഴ്ത്തുകയും പാടില്ലാത്ത രൂപത്തിൽ അതിര് കവിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുകയും ഒരു വേള ആരാധനയുടെ ചില ഇനങ്ങളെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഈ ഹദീസിൻ്റെ പ്രാധാന്യം വളരെയേറെയാണ്. അപ്പോൾ ഇതാണ് രണ്ട് റുക്നുകൾ. ഇനി അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയ്ക്ക് പണ്ഡിതന്മാർ പറഞ്ഞ 6 നിബന്ധനകളുണ്ട്, ഷർത്തുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നമ്മൾ 7 നിബന്ധനകൾ പറഞ്ഞതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന് പണ്ഡിതന്മാർ 6 നിബന്ധനകൾ പറഞ്ഞു. ഒന്ന്, അൽ ഇഅ്തിറാഫു ബിരിസാലതിഹി വഅ്തിഖാദുഹാ ബാത്തിനൻ ഫിൽ ഖൽബ്. നമ്മൾ ഈ റുക്നായി പറഞ്ഞ ഒന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ പ്രവാചകനാക്കിയിട്ടുണ്ട് എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും അത് ഹൃദയം കൊണ്ട് അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ നിബന്ധനയെ പണ്ഡിതന്മാർ പറഞ്ഞത്. പ്രവാചകത്വം അംഗീകരിക്കുക, അത് മനസ്സുകൊണ്ട് അടിയുറച്ച് വിശ്വസിക്കുക. രണ്ടാമത്തെ നിബന്ധന ആ വിശ്വസിച്ചത് പ്രഖ്യാപിക്കുക. വിശ്വസിച്ച് അത് വിശ്വാസം ഒളിപ്പിച്ച് നടന്നാൽ പറ്റില്ല, മറിച്ച് അത് പ്രഖ്യാപിക്കണം. അന്നുതുഖു ബിൽ ഖൽബി വൽഇഅ്തിറാഫു ബിഹി ളാഹിറൻ ബിൽ ലിസാൻ. ഹൃദയം കൊണ്ട് ആ വിശ്വസിച്ച കാര്യം നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് പരസ്യപ്പെടുത്തണം, പരസ്യമാക്കണം. ഒന്നാമത്തേത് ഹൃദയം കൊണ്ട് ആ റിസാലത്ത് പ്രവാചകത്വം വിശ്വസിക്കണം. രണ്ടാമത്തേത് ആ വിശ്വസിച്ചത് നമ്മുടെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് അത് പരസ്യപ്പെടുത്തണം. മൂന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത് അൽ മുതാബഅതു ലഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം.
ബിഅൻ യഅമല ബിമാ ജാഅ ബിഹി മിനൽ ഹഖ് വയത്രുക മാ നഹാ അൻഹു മിനൽ ബാത്തിൽ. റസൂലുള്ളാഹി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ വിരോധിച്ചും. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞതാണ് 5 നേരം നിസ്കാരം. ഞാൻ റസൂലിനെ അള്ളാഹുവിൻ്റെ റസൂലായി സാക്ഷ്യം വഹിക്കുന്നുണ്ടോ, അത് സത്യപ്പെടുത്തുന്നതിൻ്റെ അടയാളമാണ് എൻ്റെ 5 നേരത്തെ നിസ്കാരം. എൻ്റെ റമദാനിലെ നോമ്പ്, ഞാൻ പള്ളിയിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലാണ് പ്രവാചകനെന്ന്. അത് സത്യപ്പെടുത്തണം. ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ, എൻ്റെ വിശ്വാസം സത്യസന്ധമാണ് എങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ പിൻപറ്റാൻ വേണ്ടി പരിശ്രമിക്കും. അപ്പം അങ്ങനെ പിൻപറ്റുക, നമ്മൾ നാവ് കൊണ്ട് പ്രഖ്യാപിച്ച ആ വിശ്വാസത്തെ നമ്മൾ പിൻപറ്റുക എന്നുള്ളതാണ് 3-ാമത്തെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമയുടെ നിബന്ധന. 4-ാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന മുമ്പ് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളെയും സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. തസ്ദീഖുഹു ഫീമാ അഖ്ബറ ബിഹി മിനൽ ഗുയൂബിൽ മാദിയതി വൽ മുസ്തഖ്ബല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളെയും സത്യപ്പെടുത്തുക എന്നുള്ളതാണ് 4-ാമത്തേതായി പണ്ഡിതന്മാർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറഞ്ഞ നിബന്ധന. 5-ാമത്തേതായി പണ്ഡിതന്മാർ പറഞ്ഞത് മഹബ്ബതുഹു അശദ്ദു മിൻ മഹബ്ബത്തിൻ നഫ്സി വൽ മാലി വൽ വലദി വന്നാസി അജ്മഈൻ. എല്ലാവരെക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക. അള്ളാഹുവിന് ശേഷം മഖ്ലൂക്കുകളുടെ കൂട്ടത്തിൽ, അള്ളാഹു ഖാലിഖാണ്, സൃഷ്ടാവാണ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ജനങ്ങളെ, നമ്മുടെ മക്കളെക്കാളും നമ്മുടെ സന്താനങ്ങളെക്കാളും സമ്പത്തെക്കാളും എല്ലാത്തിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക. നമുക്കറിയാം ഉമർ റളിയല്ലാഹുവിൻ്റെ സംഭവം. ഉമർ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ റസൂലെ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളെയാണ് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളാരും വിശ്വാസികളാവുകയില്ല, അഥവാ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും ജനങ്ങളിൽ എല്ലാവരെക്കാളും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളാരും വിശ്വാസികളാവുകയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെക്കാളും എൻ്റെ നഫ്സിനെക്കാളും എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന്. അപ്പോൾ ഏറ്റവും സൃഷ്ടികളുടെ കൂട്ടത്തിൽ നാം സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതാണ് 5-ാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത്. 6-ാമത്തേതും അവസാനത്തേതുമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന കലിമയുടെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത് തഖ്ദീമു ഖൗലിഹി അലാ ഖൗലി കുല്ലി അഹദിൻ വൽ അമലു ബിസുന്നതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിനാണ് മറ്റെല്ലാവരുടെ വാക്കിനേക്കാളും നാം പ്രാധാന്യം കൊടുക്കേണ്ടത്, 1-ാം സ്ഥാനം കൊടുക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനാണ്. സ്വാഭാവികമായും മറ്റെല്ലാവരെക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ അതിൽ നിന്നുണ്ടായി വരേണ്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകം ഒരു നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ നമ്മുടെ ഇഷ്ടം സത്യസന്ധമാണ് എങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ അനുസരിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ മറ്റെല്ലാവരുടെ വാക്കിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് നമ്മൾ മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ് 6-ാമത്തെ നിബന്ധന. ഈ 6 നിബന്ധനകളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന 2-ാമത്തെ ഷഹാദത്തിൽ ഉണ്ടാകേണ്ടത്. ഈ 6 നിബന്ധനകളും 2 റുക്നുകളും മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന 2 ഷഹാദത്തിലുണ്ടെങ്കിൽ അനിവാര്യമായും ഇത് പറയുന്ന ഒരു മുസ്ലിമിൽ ഉണ്ടാകേണ്ട ഗുണങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനൊക്കെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സത്യപ്പെടുത്തുന്നതിൻ്റെ കീഴിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരിലേക്കും, ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവരിലേക്കും പ്രവാചകനാണ്. സൂറത്തുൽ അറാഫിൻ്റെ 157-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ,
ഞാൻ നിങ്ങളെല്ലാവരിലേക്കുള്ള പ്രവാചകനാണ്. മറ്റ് പ്രവാചകന്മാർ അവരുടെ സമൂഹങ്ങളിലേക്ക് അയച്ച പ്രവാചകന്മാരാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഖിയാമത്ത് നാൾ വരെ എല്ലാ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും ഉള്ള പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിം അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. മുഴുവൻ മനുഷ്യരിലേക്കും ഖിയാമത്ത് നാൾ വരെയുള്ള ജിന്നുകളിലേക്കും പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈസാ നബി അലൈഹിസ്സലാം വന്നാലും വന്നതിന് ശേഷം ഖിയാമത്ത് നാളിന് മുമ്പ് ഈസാ നബി അലൈഹിസ്സലാം നടപ്പിലാക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ്. കാരണം ഇനി മുതൽ നടപ്പിലാക്കാൻ മുൻകഴിഞ്ഞ എല്ലാ വേദഗ്രന്ഥങ്ങളും മുമ്പ് ഇറക്കിയ എല്ലാ ശരീഅത്തും മതവിധികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തോടുകൂടി ഖുർആനിൻ്റെ അവതരണത്തോടുകൂടി മുമ്പ് വന്നതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലപ്പെടുത്തി. മുൻപ് വന്ന എല്ലാ വേദഗ്രന്ഥങ്ങളെയും അത് അവർക്ക് വേദഗ്രന്ഥമായി അവതരിച്ചപ്പോൾ അതൊക്കെയും സത്യമായിരുന്നു. പക്ഷേ പിന്നീട് പിൽക്കാലത്ത് മനുഷ്യരുടെ കൈകടത്തലുകൾ ആ വേദഗ്രന്ഥങ്ങളിലൊക്കെ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഖുർആനിനെ അല്ലാഹു സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ചതാണ്. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ഖുർആനിനെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഇറങ്ങിയ സമയത്ത് അവയൊക്കെയും സത്യമായിരുന്നു. ഇനിമേൽ ഖുർആനിൻ്റെ അവതരണത്തോടുകൂടി നമ്മൾ അനുകരിക്കേണ്ടത്, പിൻപറ്റേണ്ടത് ഖുർആനിനെയാണ്. ഖുർആനിലൂടെയുള്ള മതവിദ്യയാണ്. മുൻപത്തെ ഉള്ളതിനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തു നിസാഇന്റെ 47-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ഊതുൽ കിതാബ്, അല്ലയോ വേദഗ്രന്ഥം, കിതാബ് വേദഗ്രന്ഥം നൽകിയവരെ, ഇതിനു മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ, ആമിനു നിങ്ങൾ വിശ്വസിക്കിൻ, ബിമാ നസ്സൽന നാം ഇറക്കിയ ഒന്നിനെ, അഥവാ വിശുദ്ധ ഖുർആനിനെ. അതെങ്ങനെയുള്ളതാണ്? മുസദ്ദിഖൻ ലിമാ മഅകും, നിങ്ങളുടെ കൂടെ ഉള്ള ഒന്നിനെ സത്യപ്പെടുത്തുന്നതാണത്. അഥവാ നിങ്ങളുടെ കൂടെയുള്ള തൗറാത്തിനെ, ഇഞ്ചീലിനെ, സബൂറിനെ, മുമ്പ് ഇറക്കിയ വേദഗ്രന്ഥങ്ങളൊക്കെ അത് കളവാക്കുന്നില്ല, അത് സത്യപ്പെടുത്തുന്നുണ്ട്. ആ സത്യപ്പെടുത്തുന്നതായ വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ അതിൽ വിശ്വസിക്കണം, അത് പിൻപറ്റണം. ഇനിമേൽ നിങ്ങൾ ആചരിക്കേണ്ടത് അതാണ് എന്ന്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അംഗീകരിക്കേണ്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാനത്തെ പ്രവാചകൻ എന്നുള്ളത്. സൂറത്തുൽ അഹ്സാബിന്റെ 40-ാമത്തെ ആയത്തിൽ കാണാം, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലാണ്, വഖാതമൻ നബിയ്യീൻ നബിമാരിൽ അവസാനത്തെ ആളുമാണ്. വഖാതമൻ നബിയ്യീൻ പ്രവാചകന് ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ഇനി ഒരു സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബി അയക്കാനില്ല. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ഇതുവരെയും പല ആൾക്കാർ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് ലോകത്ത് ഉയർന്നിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തവും സ്പഷ്ടവുമായി വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ റിസാലത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് റസൂൽ ഖാതമുൻ നബിയ്യീനാണ്, പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണ് എന്ന്. അതുപോലെ തന്നെ ആ ഷഹാദത്തിൽ അടങ്ങിയ ഒരു കാര്യമാണ് ആ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പരിപൂർണമായി അറിയിച്ചു തന്നിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്നുള്ളത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്താണ്. ഇന്ന് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ നിഅമത്ത് നിങ്ങളുടെ മേൽ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാത്തതായി ദീനിൽ ഒരു കാര്യവും ഇട്ടേച്ചു പോയിട്ടില്ല. ചെയ്യേണ്ടതായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അറിയിച്ചു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതായി, വർജിക്കേണ്ടതായി എന്തൊക്കെയുണ്ടോ അതൊക്കെയും നമ്മുടെ മുത്ത് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് പോയത്. നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ദീനിൽ ഇല്ലാത്ത കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു നിസ്കാരം
പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത നൽകാത്ത ഒരു ദിവസത്തിന് പ്രത്യേകത നൽകുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠത നൽകാത്ത ഒരു രാത്രിക്ക് പ്രത്യേക ശ്രേഷ്ഠത നൽകുമ്പോൾ അതിനെതിരെ അത്രയേറെ ഗൗരവത്തിൽ സംസാരിക്കാൻ കാരണം ഈ വിശ്വാസം പൊളിയുന്നതിൻ്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാത്തതെന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തതെന്ന് ഫലത്തിൽ അവിടെ അവർ പറയുന്നത് സത്യമാണെങ്കിൽ റസൂലുള്ള ദീനിൽ പറയേണ്ട ഒരു കാര്യം പറയാതെ പോയി എന്നതാണ് വരിക. അതാണ് ആ വിഷയത്തിൻ്റെ ഗൗരവം, ബിദ്അത്തിൻ്റെ ഗൗരവം കിടക്കുന്നത് അതവിടെയാണ്. അപ്പോൾ അതും നാം സ്വാഭാവികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് മുഹമ്മദ് റസൂലുള്ള എന്ന ഷഹാദത്ത് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മിൽ ഉണ്ടാവേണ്ട കാര്യമാണ്, ഉണ്ടാകേണ്ട ഗുണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളെയും സത്യപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണം, വിരോധിച്ച കാര്യങ്ങൾ വെടിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരമല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യരുത്. ഈ 4 കാര്യങ്ങൾ ഉണ്ടാകേണ്ട ഗുണമാണ്. ഷഹാദത്ത് മുഹമ്മദ് റസൂലുള്ള സ്വീകരിച്ച് ഒരുവനിൽ ഉണ്ടാകേണ്ട 4 ഗുണങ്ങളാണിവ. 1, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സത്യപ്പെടുത്തണം. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങളെ നമ്മൾ പ്രവർത്തിക്കണം. 3, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങളെ നമ്മൾ വെടിയണം. 4, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് സ്വീകരിച്ച ഒരു മുസ്ലിമിൽ ഉണ്ടാകേണ്ട ഗുണങ്ങളെല്ലാം ഉള്ള അവസ്ഥയിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹ് الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أوصيكم ثانيا بتقوى الله عز وجل. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം നൽകിയ, ഏറെ ഗൗരവത്തിൽ കണ്ട ഒരു മാസത്തിലാണ് നാം ഉള്ളത്. ശഅബാൻ മാസം കഴിഞ്ഞാൽ ഇനി നാം ഏറ്റവും ആഹ്ലാദത്തോടെ വരവേൽക്കാനിരിക്കുന്ന റമദാനാണ് നമുക്ക് വരാനുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ശഅബാനിനെ റമദാനിലേക്കുള്ള ഒരു ഒരുങ്ങലിൻ്റെ മാസമായി നമ്മൾ മാറ്റിയെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് മാസങ്ങളെക്കാളേറെ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ച ഒരു മാസമാണ് ശഅബാൻ മാസം. എന്നിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രേഷ്ഠത കൽപ്പിക്കാത്ത ദിവസത്തിന്, രാത്രിക്ക് ഖുർആൻ പാരായണത്തിന് ഇത്ര എണ്ണം റക്അത്തുകൾ നിസ്കരിക്കുന്നതിന് പ്രമാണങ്ങളുടെ തെളിവില്ലാതെ നാം ശ്രേഷ്ഠത കൽപ്പിച്ചാൽ അതൊക്കെയും നാം ഒരുപക്ഷെ പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്താലും നാളെ പരലോകത്തേക്ക് നമുക്കത് തിന്മയുടെ തുലാസിൽ കനം തൂങ്ങാൻ കാരണമായി മാറും എന്നൊക്കെയും സൂചിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാണ്, ലാ തുഖദ്ദിമു റമദാന ബിസൗമി യൗമിൻ വലാ യൗമീൻ. നിങ്ങൾ റമദാൻ മാസത്തെ ഒരു നോമ്പ് കൊണ്ടോ 2 നോമ്പ് കൊണ്ടോ മുൻകടക്കരുത്. ഒരു ദിവസത്തെ നോമ്പ് കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം നോമ്പ് കൊണ്ടോ നിങ്ങൾ മുൻകടക്കരുത്. ഇല്ല റജുലുൻ, ഒരു പുരുഷനൊരികെ കാന യസൂമു സൗമൻ ഫൽയസുംഹു, അവൻ സാധാരണ നോമ്പെടുക്കാറുണ്ട്, എന്നാൽ അവന് നോമ്പെടുക്കാം. അഥവാ റമദാനിന് തൊട്ട് മുമ്പ് ആ ശക്കിൻ്റെ സംശയത്തിൻ്റെ രാത്രി, ആ ദിവസം നാളെ നോമ്പാകുമോ ഇല്ലയോ, ശഅബാൻ 29, 30 ഡൗട്ടിലാണല്ലോ, സംശയത്തിലാണ്. അപ്പോൾ ചിലരുണ്ടാകും ചിലപ്പോൾ റമദാൻ ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടൊരു സുന്നത്ത് നോമ്പെടുക്കൽ റമദാന് തൊട്ട് മുമ്പ്. അതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത്.
ഒരിക്കലും അങ്ങനെ എടുക്കാൻ പാടില്ല. റമദാൻ ആകുമോ എന്ന് വിചാരിച്ച് റമദാനാണോ അല്ലേ എന്ന് സംശയത്തിൽ നിൽക്കുന്ന ദിവസം നോമ്പെടുക്കുന്നതിനെ പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതേസമയം എല്ലാ തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൃത്യമായി സുന്നത്ത് നോമ്പെടുക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ആ നെയ്യത്തിൽ എടുക്കാമെന്നല്ലാതെ റമദാൻ ആകുമോ അല്ലയോ എന്ന ഭയത്താൽ റമദാനിനോട് ചേർത്ത് നോമ്പെടുക്കുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ആ ഒരു മാസത്തിലാണ് നമ്മളുള്ളത് എന്നതുകൊണ്ട് ആ അറിവ് പകർന്നു നൽകിയെന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഈ ദീന് എപ്രകാരം നമ്മിലേക്ക് കൈമാറിയോ അപ്രകാരം അത് ആചരിച്ച് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ സത്യവിശ്വാസികളായ നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ പാപങ്ങളൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹ്യങ്ങളായ നമുക്ക് ഇഹലോകത്തും പരലോകത്തും കൺകുളിർമ നൽകുന്ന മക്കളാക്കി മാറ്റട്ടെ. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും കുടുംബപരമായുമൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുമുള്ള അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറ്റി പരിപൂർണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തിലുമുപരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ മനസ്സിലുറപ്പിച്ച് അടിയുറച്ച് നാവ് കൊണ്ട് പറഞ്ഞ് പ്രഖ്യാപിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا ولوالدينا ولأساتذتنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.